വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നേരത്തെ ഈ വീഡിയോയുടെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരിക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചേർത്തെഴുത്ത് പിരിച്ചെടുത്തിലെ മുൻവർഷ ചോദ്യങ്ങളും അത് എങ്ങനെയാണ് വന്ന് എന്നുള്ളതുമാണ്. നോക്കുക, ഈ ചിഹ്നം അതിചിഹ്നം എന്നാണ് അറിയപ്പെടുക, അഥവാ പ്ലസ് ചിഹ്നം. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് സ് വരികയും പ്ലസ് ചിഹ്നം കഴിഞ്ഞ് മൃദു അക്ഷരമോ ഘോഷ അക്ഷരമോ ഹ എന്ന ഘോഷിയോ അനുനാസിക അക്ഷരമോ മധ്യമോ വന്നാൽ അതിൻ്റെ ഉത്തരം ഓ എന്നായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മൃദു അക്ഷരം എന്ന് പറയുന്നത് ഗ എന്നതൊരു മൃദു അക്ഷരമാണ്, ജ ഒരു മൃദു അക്ഷരമാണ് അല്ലേ. കാക്ക ഗംഗങ്ങ ചാച്ച ജഞ്ചഞ്ഞ ടാഠ ഡണ്ടണ ലഡ ഒരു മൃദു അക്ഷരമാണ്. താഥ ധന്ധന്ന അല്ലേ, അതിൽ ദ എന്നത് മൃദു അക്ഷരമാണ്. പാഫ ബമ്പം എല്ല ബായും ഒരു മൃദു അക്ഷരമാണ്. അപ്പോൾ പ്ലസ് ചിഹ്നം കഴിഞ്ഞ് സ് എന്ന് പറയുന്ന വർണ്ണം മുൻപിലുണ്ട്, അത് കഴിഞ്ഞ് പ്ലസ് ചിഹ്നം, അത് കഴിഞ്ഞ് ഈ മൃദു അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഓ എന്ന ശബ്ദത്തോടു കൂടിയായിരിക്കും. നോക്കുകയെ, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് സ്, പ്ലസ് ചിഹ്നം കഴിഞ്ഞ് ഗ എന്ന മൃദു വന്നിരിക്കുന്നു, ഉത്തരം പുരോഗതി എന്നാണ് വരിക. അപ്പൊ സ് പ്ലസ് ഗ എന്ന മൃദുവിന്റെ ഉത്തരം ഓ എന്നായി മാറി അല്ലേ. അപ്പൊ സ് പ്ലസ് ഗ, നോക്കിക്കേ, സ് പ്ലസ് ഗ എന്ത് വന്നു, ഓ എന്ന് വന്നു. അടുത്തത് തപസ് പ്ലസ് ഭയം എന്നുള്ളതാണ് അല്ലേ. തപസ് പ്ലസ് ഭയം എന്നാണ്. സ് പ്ലസ് ബ എന്നുള്ളത് ഘോഷ അക്ഷരമാണ്. സ് പ്ലസ് ഘോഷാക്ഷരമായ ഭ എന്ന് വന്നാൽ ഓ എന്നാണ് ഉത്തരം വരിക. എന്താണ് വരിക, ഓ. തപസ് പ്ലസ് ഭയം, തപോ ഭയം. ഇനി തപസ് സ് എന്നതിന് ശേഷം മൃദു അക്ഷരമായ ബ വന്നാൽ എന്ത് വരും, ഓ എന്ന് വരും. തപസ് അധികം ബലം, തപോ ബലം, തപോ ബലം. ഓക്കെ, അടുത്തത് സ് അധികം യാരാലാവ എന്നത് എന്തക്ഷരമാണ്, മധ്യമമാണ് അല്ലേ. സ് അധികം മധ്യമ അക്ഷരമായ ല എന്ത് വരും, ഓ എന്ന് വരണം. അപ്പൊ അവിടെ എന്ത് വരും, തപസ് പ്ലസ് ബലം, തപോ ബലം വന്നതുപോലെ യശസ് പ്ലസ് ലാഭം, യശോ ലാഭം. അടുത്തത് മനസ്സ് സ് പ്ലസ് ഘോഷ അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ ഒരു ഘോഷാക്ഷരമാണ്, ജ ഒരു ഘോഷാക്ഷരമാണ്, ഢ എന്നതൊരു ഘോഷാക്ഷരമാണ്, ധ എന്നത് ഘോഷാക്ഷരമാണ്. ഓക്കെ, ഈ ഭീമന്റെ ബ ഘോഷാക്ഷരമാണ്. പക്ഷേ ഘോഷി എന്ന് പറഞ്ഞാൽ ഹ എന്ന അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഘോഷി ഹായാണ്, ഹ എന്നത് ഒരു ഘോഷിയാണ്, ഘോഷി. അപ്പൊ സ എന്നത് സ് എന്നത് മുൻപിലും പ്ലസ് ചിഹ്നം കഴിഞ്ഞ് സ എന്നതിനോടൊപ്പം പ്ലസ് ചിഹ്നം കഴിഞ്ഞ് ഹ എന്ന ഘോഷിയും വന്നാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം പോവാണ്. അപ്പൊ മനസ്സ് പ്ലസ് ഹരം, മനസ്സിന് ഹരം ഉണ്ടാക്കുന്നത് ആരാണ്, മനോഹരം. സ് എന്നതിനോടൊപ്പം മൃദു അക്ഷരമായ ബ വന്നപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഓ. എന്നാണോ, മനസ്സ് പ്ലസ് ബലം, മനോബലം. അടുത്തത് മനസ്സ് സ് അധികം ദ, ഏതാണ് ദ, ഘോഷാക്ഷരമായ ദ വന്നാൽ ഓ എന്ന് വരും. മനസ്സ് അധികം ധർമ്മം, മനോധർമ്മം. എന്താണ്, മനോധർമ്മം. ഓക്കെ, അപ്പൊ പുരസ് അധികം ഗതി, പുരോഗതി. തപസ് അധികം ഭയം, തപോ ഭയം. തപസ് അധികം ബലം, തപോ ബലം. യശസ് അധികം ലാഭം, യശോ ലാഭം. മനസ്സ് അധികം ഹരം, മനോഹരം. മനസ്സ് അധികം ബലം, മനോബലം. മനസ്സ് അധികം ധർമ്മം, മനോധർമ്മം. ഒന്നുകൂടെ പറയാം, അമ്പസ് അധികം, അമ്പസ് അധികം ദാ, ദം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്ത്, അതുകൊണ്ടാണ് മേഘം, വാരിദം, ജലദം എന്നല്ല നമ്മൾ പഠിച്ചത്, അമ്പുദം. ഇവിടെ അമ്പസ് എന്നാൽ വെള്ളമാണ്, ദം എന്നാൽ ദാനം ചെയ്യുന്നത്. അമ്പസ് അധികം ധം. ഇവിടെ അതിചിഹ്നത്തിന് മുമ്പ് സ് എന്ന് വന്നു, അതിചിഹ്നം കഴിഞ്ഞ് ദ എന്നത് എന്ത് അക്ഷരമാണ്, ദ എന്നത് മൃദു അക്ഷരമാണ് അല്ലേ. ദ എന്നത് മൃദു അക്ഷരമാണ്. അപ്പൊ സ് അധികം മൃദു നമ്മൾ പഠിച്ചു, എന്ത് വരും, അംബോധം. എന്താണ് വരിക, അംബോധം. അംബോധം എന്ന് പറഞ്ഞാലും എന്താണ്, മേഘം എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ പയസ്, പയസ് എന്നാൽ പാൽ എന്നും വെള്ളം എന്നും അർത്ഥമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചു,
സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പയസ്, പയസ് എന്നാൽ വെള്ളം എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാൽ എന്നും അർത്ഥമുണ്ട്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ദുഗ്ധം എന്ന് പറഞ്ഞാലും ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുങ്ങിന്നു കൗതുകം. അതായത് എത്ര നന്മയുണ്ടെങ്കിലും അവിടെ തിന്മയെ മാത്രം കാണുന്ന ആളുകളെ കുറിച്ച് പാടിയതാണ്. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. അപ്പോൾ ക്ഷീരം എന്ന് പറഞ്ഞാലും ദുഗ്ധം എന്ന് പറഞ്ഞാലും പയസ് എന്ന് പറഞ്ഞാലും പാൽ എന്നർത്ഥം വരുന്നുണ്ട്. അപ്പൊ പയസ് പ്ലസ് ദം, പയസ് എന്നാൽ വെള്ളം എന്നും അർത്ഥമുണ്ട്. പയസിനെ ദാനം ചെയ്യുന്നത് മേഘമാണ്. സ് അധികം മൃദു അക്ഷരമായ ദ വന്നതുകൊണ്ട് പയോദം എന്നാണ് വരിക. ഓ എന്ന ശബ്ദം വരും. പയോദം എന്നാൽ മേഘം, മേഘം ദാനം ചെയ്യുന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്തത് ചോദ്യത്തിൽ സ് എന്നതിന് ശേഷം സ്വരമാണോ വരുന്നതെങ്കിൽ അപ്പൊ സ് പ്ലസ് ഏത് സ്വരം ആ ഈ അല്ലെ, അതിലേത് സ്വരം വന്നാലും ഉത്തരം രാ വരും. നമ്മൾ നേരത്തെ പഠിച്ചു സ് പ്ലസ് മൃദു, ഘോഷം, ഘോഷി, അനുനാസികം അല്ലേ, ഇവയെല്ലാം വന്നാൽ ഘോഷാക്ഷരം ഇവയെല്ലാം വന്നാൽ ഉത്തരം ഓ ആയിരിക്കും. പക്ഷെ ഇവിടെ സ് എന്ന് കഴിഞ്ഞ ഒരു സ്വര അക്ഷരമാണ്. ആയോ, ആ എന്നതോ ഈയോ എന്ത് വന്നാലും അവിടെ എന്താണ് വരിക? അവിടെ വരുന്നത് രാ അഥവാ ര് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. സ് എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദ്യത്തിൽ ആ എന്നാണ് വന്നത് എങ്കിൽ സ് അധികം ആ രാ വരും. സ് എന്ന് കഴിഞ്ഞ് ആ എന്ന് വന്നാൽ ഉത്തരം രാ വരും. സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ എന്ന് വന്നു എന്നിരിക്കട്ടെ, അപ്പൊ എന്ത് വരും? രി വരും. സ് കഴിഞ്ഞ് ഈ വന്നാൽ രീ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദുസ് അധികം ആലോചന നോക്കിക്കേ. സ് അധികം ആ സമം രാ. അപ്പൊ എന്ത് വരും? ദുരാലോചന. ദുസ് അധികം ആലോചന, ദുരാലോചന. അടുത്തത് ചോദ്യത്തില് നമ്മൾ പറഞ്ഞതാണ്, അതിന് കുറച്ച് ഉദാഹരണം നോക്കണം. ചോദ്യത്തില് വിസർഗം കഴിഞ്ഞ് അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ എന്ത് കഴിഞ്ഞ്? സ് കഴിഞ്ഞ് സ്വരം വന്ന അത് രാ ആവും. ഇവിടെ നോക്കിക്കേ, വിസർഗം കഴിഞ്ഞ് സ്വരം വന്നാലോ തന്നെയാണ് ര് ആണ് വരിക. അപ്പൊ സ് എന്ന് വന്നാലോ നോക്കിക്കേ, സ് എന്ന് വന്നാലോ അല്ലെങ്കിൽ വിസർഗം വന്നാലോ അത് കഴിഞ്ഞ് സ്വരം വന്നാല് കിട്ടുന്ന ഉത്തരം ര് എന്നുള്ളതായിരിക്കും. ഓക്കെ, ര് എന്ന ശബ്ദമുള്ളതായിരിക്കും. അപ്പൊ പറഞ്ഞേ, പുനഃ അധികം ആലോചന, പുനരാലോചന. വിസർഗം വന്നു, വിസർഗം കഴിഞ്ഞ് ആ വന്നു, അപ്പോൾ രാ എന്ന് വരണം. ഓക്കെ, പുനഃ അധികം ആലോചന, പുനരാലോചന. ഓക്കെ, നീ വിസർഗം ആലംബം, നീ വിസർഗം ആലംബം. ഓക്കെ, അപ്പൊ ഈ വിസർഗവും ആയും ചേർന്ന് നമ്മൾക്ക് അറിയാം രാ. അപ്പൊ നീ വിസർഗം ആലംബം, നിരാലംബം, നിരാലംബം. നീ കഴിഞ്ഞ് വിസർഗം പ്ലസ് ആ, വീണ്ടും പറഞ്ഞേ രാ, നിരാ. നീ വിസർഗം ആയുധൻ, നിരായുധൻ. അടുത്തത് നീ വിസർഗം ഈശ്വരൻ, വിസർഗം ഈ എന്ത് വരും? രീ, നിരീശ്വരൻ. നീ വിസർഗം ഈശ്വരൻ, നിരീശ്വരൻ. അടുത്തത് സ് എന്നത് കഴിഞ്ഞൊരു വ്യഞ്ജന അക്ഷരമാണോ വരുന്നത്? എന്ത് അക്ഷരമാണ്? ഒരു വ്യഞ്ജന അക്ഷരം, വ്യഞ്ജനം. കാക്കഗംഗയിൽ ഏത് വ്യഞ്ജനം വന്നോട്ടെ, ഇപ്പൊ സ് കഴിഞ്ഞ് ഒരു വ്യഞ്ജനമാണ് വരുന്നതെങ്കിൽ എന്താണ്? എന്നാണ് വരിക. അപ്പൊ ആയുസ് അധികം വേദം. നോക്കിക്കേ, ഇവിടെ സ് കഴിഞ്ഞ് വേ വന്നു, എന്ത് വരും? അവിടെ ആയുർവേദം. അതായത് മൃദുഘോഷം അനുനാസികമല്ലാത്ത വേറെ ഏത് വ്യഞ്ജന അക്ഷരം വന്നാലും സ് അധികം വേ. അപ്പൊ ഇത് ഗരാക്ഷരമാണോ? അല്ല. അധികരമാണോ? അല്ല. മധ്യമം എന്ന വിഭാഗത്തിൽ വരുന്നതാണോ? അതെ അല്ലേ. അപ്പൊ നോക്കിക്കേ, സ് അധികം വേ എന്ന് നോക്കിക്കേ, എന്താണ് വരിക? ആയുസ് അധികം വേദം, ആയുർവേദം. സ് പ്ലസ് ഇനി വ്യഞ്ജനം ആയുർവേദം. ഓക്കെ, അപ്പൊ സ് പ്ലസ് ഇനി വ്യഞ്ജനം വരും. ധനുസ് പ്ലസ് വിദ്യ, സ് പ്ലസ് വാ എന്താണ്? ധനുർവിദ്യ. നിസ് പ്ലസ് ഭയം, നിർഭയം. നിസ്. സ് അധികം ബാ, പറഞ്ഞേ നിർഭയം. അടുത്തത് സ് അധികം സ്വരം. സ് എന്നതിനോടൊപ്പം എന്ത് വന്നാലും നമ്മൾ എന്ത് പറഞ്ഞു? ര് എന്നാണ് വരിക. അപ്പൊ സ് അധികം ഏത് സ്വരം വന്നോട്ടെ അത് ര് എന്നാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് വിസർഗം കഴിഞ്ഞ് ച എന്ന അക്ഷരമോ അഥവാ അധികരമായ ചായോ വന്നാൽ അവിടെ ഷായാണ് വരിക. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? വിസർഗം കഴിഞ്ഞ് സ്വരം വന്നാൽ നോക്കിക്കേ, ഇവിടെ വിസർഗം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഉത്തരം സ്വരമാണ് വരുന്നതെങ്കിൽ, വിസർഗം കഴിഞ്ഞ് സ്വരമാണെങ്കിൽ ര് വരും. ഇനി ഇവിടെ വിസർഗം കഴിഞ്ഞ് ഈ രണ്ട് ചായയിൽ ഏതെങ്കിലും ഒരു ചായാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വരും? ഷാ എന്ന് വരും. ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും അധികം PSC ചോദിച്ചൊരു ചോദ്യമാണ്.
അന്തഹ അധികം ഛിദ്രം. അന്തഹ അധികം ഈ ചായയാണ് വന്നത്. അവിടെ എന്ത് വരും? അതിന്റെ മുന്നില്, ഈ ചായയുടെ മുന്നില് ഇത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വള്ളി ഉള്ളവർ നമ്മൾ വള്ളി ഇട്ടു. ഷ് പ്ലസ് ചി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും. ചി ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഉള്ളിൽ ഈ സാധനം ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഷ് പ്ലസ് ചി ആണ്. ഈ ഷുവും വരണം, അതിനുമ്പോ ചോദ്യത്തിലുള്ള ചി അതേപോലെ എടുത്ത് എഴുതണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇത്രയേ ഉള്ളൂ പിള്ളേരെ. വിസർഗമാണ് മുന്നിൽ വരുന്നത്. വിസർഗം കഴിഞ്ഞ് പ്ലസ് ചിഹ്നം വന്നു, അത് കഴിഞ്ഞ് ഈ ച വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വിസർഗം കഴിഞ്ഞല്ലോ, വിസർഗത്തിന് പകരം ഷ് ആണ് അവിടെ വരിക. എന്താണ് ഈ വിസർഗം പ്ലസ് ച എന്നാണ് ചോദ്യം. നമുക്ക് കിട്ടിയ ചോദ്യം വിസർഗം പ്ലസ് ചി ആണ്. നമ്മൾ ആ വിസർഗത്തെ ഒഴിവാക്കണമെങ്കിൽ ആ വിസർഗത്തിന് പകരം ഷ് ഇട്ട് കൊടുക്കുക. അപ്പൊ അന്തഃഛിദ്രം. അത് ഈ രണ്ട് കേസിൽ, ഈ ചായ അല്ലെങ്കിൽ അധികരമായ ചായ വന്നാൽ, ഗരമായ ചായ അധികരമായ ചായ വന്നിട്ടുണ്ടെങ്കിൽ അന്തഹ പ്ലസ് ഛിദ്രം അന്തഃഛിദ്രം. അപ്പൊ പറഞ്ഞേ പുനഃ പ്ലസ് ചിന്തയാണ്. ഇവിടെ വിസർഗം വന്നു, പ്ലസ് കഴിഞ്ഞ് ച വന്നു. അപ്പൊ ഈ വിസർഗത്തിന് നമ്മൾ ഷ് ഇട്ടു. ഷ് പ്ലസ് ച, ച അത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയും എഴുതും. അത് രണ്ടും ശരി, ഇതും ശരിയാണ്, ഇതും ശരിയാണ്. മനസ്സിലായി? വിസർഗം കഴിഞ്ഞ് വെറും ച വന്ന ഷ് ഫ്രണ്ടില്. ഇത്രയേ ഉള്ളൂ. വിസർഗം കഴിഞ്ഞ് ഈ രണ്ട് ഏത് ച വന്നാലും, വിസർഗം കഴിഞ്ഞ് ഈ രണ്ട് ചാകളിൽ ഏത് ച വന്നാലും അതിന് ഫ്രണ്ടിൽ ആരിട്ട് കൊടുക്കണം? ഷ ഇട്ട് കൊടുക്കണം. ആ ച അതേപോലെ എടുത്ത് എഴുതണം. അത്രേ ഉള്ളൂ. അപ്പൊ തപഹ പ്ലസ് ചര്യ, തപഹ വിസർഗം പ്ലസ് ച നമുക്ക് മനസ്സിലായി. ഷ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഈ ച ഇട്ടു. അപ്പൊ തപസ് പ്ലസ് ചര്യ, തപശ്ചര്യായി. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം, രണ്ടും ശരിയാണ്. അപ്പൊ തപസ് പ്ലസ് ചര്യ, തപശ്ചര്യ. അന്തഹ പ്ലസ് ഛിദ്രം അന്തഃഛിദ്രം. പുനഃ പ്ലസ് ചിന്ത പുനശ്ചിന്ത, പുനശ്ചിന്ത. തപഹ പ്ലസ് ചര്യ, തപശ്ചര്യ. ഇനി ഹരി വിസർഗം പ്ലസ് ച നമുക്കറിയാം. ഷ പ്ലസ് ച, ഇങ്ങനെ എഴുതും. അപ്പൊ ഹരിശ്ചന്ദ്രൻ, ഹരി വിസർഗം ചന്ദ്രൻ. പറഞ്ഞേ ഹരി വിസർഗം ചന്ദ്രൻ, ഹരി വിസർഗം ചന്ദ്രൻ. പറഞ്ഞേ എന്താണ്? ഹരിശ്ചന്ദ്രൻ. അടുത്തത്, ഇനി ഈ വിസർഗം കഴിഞ്ഞ് ച ഒഴികെ വേറെ ഏതെങ്കിലും, ഇതല്ല വരുന്നത്. ഇപ്പൊ ഞാൻ പറയണ പാ വന്നു, അല്ലെങ്കിൽ കാ വന്നു, വിസർഗം കഴിഞ്ഞ് താ വന്നു, അവിടെ എന്ത് വരും? സ വരും. നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. നോക്കിക്കേ, മനഹ പ്ലസ് താപം മനസ്താപം, തമഹ പ്ലസ് കരണം തമസ്കരണം. വിസർഗം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ആണ്, ചാ ഒഴികെ വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് വരും? അവിടെ സ് വരും. ചായന്ന് വരുന്നെങ്കിൽ അവിടെ ഷ് വരും. ഓക്കെ, ചാ വന്ന ഷ് വരും, സ് വന്ന അല്ലേ താ വന്ന താ. വിസർഗം കഴിഞ്ഞ് ചായോ വന്നാൽ അവിടെ എന്ത് വരും? ഷ് വരും. വിസർഗം കഴിഞ്ഞ് ഈ രണ്ട് ചായയിൽ ഏതെങ്കിലും ഒരു ചായാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് വരിക? ഷ് വരും. ഓക്കെ, പക്ഷേ വിസർഗം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും വ്യഞ്ജനമാണ് വന്നതെങ്കിൽ, വിസർഗം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും വ്യഞ്ജനമാണ്, ഇപ്പോ മാ എന്നോ തായെന്നോ പായെന്നോ ഒക്കെയാണ് വന്നതെങ്കിൽ അവിടെ എന്താണ് വരിക? അവിടെ വരുന്നത് സ് എന്ന ശബ്ദമായിരിക്കും. അത്രയും ഓർത്ത്. വിസർഗം കഴിഞ്ഞ് ചായ വന്നാൽ അവിടെ ഷ് വരും. വിസർഗം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ സ് വരും. സ്. മനഹ പ്ലസ് താപം മനസ്താപം, തമഹ പ്ലസ് കരണം തമസ്കരണം. അടുത്തത്, ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, അല്ലെങ്കിൽ ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ്? എ. ആ പ്ലസ് ഇ, ആ പ്ലസ് ഇ, ആ പ്ലസ് ഇ, ആ പ്ലസ് ഇ. എന്ത് തന്നെയാണ്? എല്ലാം ഒന്ന് തന്നെയാണ്. എന്താ? ആ പ്ലസ് ഇ ആയാലും എന്ത് തന്നെയാണ് വരിക? എ. ഇപ്പൊ ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, അ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം ഈ ചേർന്നാലോ എന്ത് തന്നെയാണ്? എ എന്നാണ്. ദേവ പ്ലസ് ഇന്ദ്രൻ ദേവേന്ദ്രൻ, മഹാ പ്ലസ് ഇന്ദ്രൻ മഹേന്ദ്രൻ, പരമ പ്ലസ് ഈശ്വരൻ പരമേശ്വരൻ, രമ പ്ലസ് ഈശൻ രമേശൻ, യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം, യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം, യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടം. ഒക്കെ അടുത്തത്, ആ എന്നതിനോടൊപ്പം അല്ലെങ്കിൽ ആ എന്നതിനോടൊപ്പം ഇപ്പൊ ആ പ്ലസ് എ എന്ന് ഐ ആണ്. ഓക്കെ, ആ പ്ലസ് എ എന്ന് പറഞ്ഞാലും ഐ ആണ്. ആ പ്ലസ് എയും ഐ ആണ്, ആ പ്ലസ് എയും ഐ ആണ്. ഇനി ആ പ്ലസ് ഐയും ഐ ആണ്, ആ പ്ലസ് ഐയും ഐ ആണ്, ആ പ്ലസ് ഐയും ഐ ആണ്. മനസ്സിലാകുന്ന പോലെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ആ എന്നതിനോടൊപ്പം എ എന്ന് ചേർന്നാൽ, ആദ്യത്തെ ആ അല്ലേ, അമ്മയിലെ ആ ഉണ്ടല്ലോ, ആ എന്ന് നോക്കുക. ആ എന്നതിനോടൊപ്പം എ എന്ന് ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം ഐ എന്ന് ചേർന്നാലോ ഉത്തരം ഐ തന്നെയാണ്. ഇനി ആ എന്നതിനോടൊപ്പം എ എന്ന് ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം എ എന്ന് ചേർന്നാലോ, ആ എന്നതിനോടൊപ്പം
ഐ എന്ന് ചേർന്നാലോ ഉത്തരം ഐ തന്നെയാണ്. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി, റൂള് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് ഉത്തരം എന്താണ്? ലോക പ്ലസ് ഏകം. ഇവിടെ ആയിൽ അവസാനിച്ചു, ഏകം എന്ന് തുടങ്ങിയത് എയിലാണ്. ആ പ്ലസ് എ എന്ത് വരും? ഐ വരും. അപ്പൊ ലോക പ്ലസ് ഐക്യം എന്ത് വരും? ലോകൈക്യം. ഇവിടെ ലോക പ്ലസ് ഏകം ലോകൈകം, ഏക പ്ലസ് ഏകം ഏകൈകം, മത പ്ലസ് ഐക്യം മതൈക്യം. ഇവിടെ കാ പ്ലസ് ഐ അല്ലേ വരുന്നത്? മഹാ പ്ലസ് ഐശ്വര്യം, ആ പ്ലസ് ഐ എന്ത് തന്നെ വരിക? മഹേശ്വര്യം. ഭാവ പ്ലസ് ഐക്യം ഭാവൈക്യം, ആ പ്ലസ് ഐ അല്ലേ ഇവിടെയും? ആ പ്ലസ് ഐ വന്നതുകൊണ്ട് ഉത്തരം ഐ തന്നെയാണ് വരിക. ഭാവ പ്ലസ് ഐക്യം ഭാവൈക്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: തഥാ പ്ലസ് ഏവ, തഥാ പ്ലസ് ഏവ തദൈവ, തഥാ പ്ലസ് ഏവ തദൈവ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, പി എസ് സിയുടെ ആൻസർ തഥാ പ്ലസ് ഏവ തദൈവ എന്നത് നിങ്ങളോട് ഇപ്പൊ തദൈവ തന്നെ നിങ്ങൾ പിരിച്ചെഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ പി എസ് സിക്ക് ഉത്തരം എഴുതുന്നവര് ശ്രദ്ധിക്കുക. തദൈവ എന്ന് പറയുമ്പോൾ തഥ പ്ലസ് ഏവ എന്ന് എഴുതി കൊടുക്കുക. എന്താണ്? ഇതാണ് പി എസ് സിയുടെ ഉത്തരം. തഥ പ്ലസ് ഏവയാണ്, തഥ പ്ലസ് ഏവയാണ്. ഓക്കെ, ഗ്രാമർ നമ്മൾ പഠിക്കുമ്പോൾ തഥാ പ്ലസ് ഏവയാണ് പഠിക്കുക. പക്ഷേ പി എസ് സിയുടെ ഉത്തരം വെറും തഥ, അവിടെ ദീർഘം ഇട്ട് കൊടുക്കരുത്. ഓക്കെ, അപ്പൊ പി എസ് സിയുടെ ഉത്തരം ഇതാണ്, തഥ പ്ലസ് ഏവയാണ് തദൈവ. യഥാ പ്ലസ് ഏവ യദൈവ എന്നൊക്കെ പറയുന്ന പോലെ ഊ എന്നതിനോടൊപ്പം ഏത് സ്വരം ചേർന്നാലും ഊ പ്ലസ് എനി സ്വരം വായാണ്. ഊ പ്ലസ് എനി സ്വരം വായാണ്. ഓക്കെ, അപ്പോൾ സു പ്ലസ് ആഗതം നിങ്ങൾ നോക്കിക്കേ. സു പ്ലസ് ആ, ഊ പ്ലസ് ആ, വാ, ഊ പ്ലസ് ആ, വാ. അപ്പൊ ഈ സ് എന്നതിനോടൊപ്പം വാ ചേരുമ്പോഴാണ് എന്താവുക? അത് സ്വാ എന്നാവുക. ഒന്നുകൂടെ പറയാം, ഉ എന്നതിനോടൊപ്പം ആ എന്നൊരു സ്വരം ചേർന്നപ്പോൾ നമുക്ക് വ എന്ന് കിട്ടി. അപ്പൊ ഈ സ് എന്നതിനോടൊപ്പം വാ എന്ന് ചേർന്നാലോ അതെന്തായി? സ്വാ എന്നായി. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, സ്വൽപ്പം എന്നൊരു വാക്ക് നിങ്ങളോട് പിരിച്ചെഴുതാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സു അധികം അല്പം എന്നായിരിക്കും ആ വാക്ക്. സ്വൽപ്പം എന്നത് സു പ്ലസ് അല്പമാണ്. നമുക്കിവിടെ അറിയാം ഉ പ്ലസ് ആയാണ്. അപ്പൊ സ് പ്ലസ് ഉ പ്ലസ് ആയാണ് ഉത്തരം വരിക. അപ്പൊ സ് പ്ലസ് ഉ പ്ലസ് ആയാണല്ലോ. അപ്പൊ ഞാൻ സ് പ്ലസ് ഉ പ്ലസ് ആ എന്ന് എഴുതുമ്പോ ഞാനിവിടെ ഉ പ്ലസ് ആക്കി പകരം എന്ത് ചെയ്തു? വാ എന്ന് ഡയറക്റ്റ് എടുത്ത് എഴുതി. അപ്പൊ സ് പ്ലസ് വാ എന്ന് ഞാൻ ഡയറക്റ്റ് എഴുതുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? സ്വ. എന്താണ്? സ്വ. അപ്പൊ സു പ്ലസ് അല്പമാണ് പിള്ളേരെ, സ്വൽപ്പം. അപ്പൊ സു പ്ലസ് ആഗതം സ്വാഗതം. അണു പ്ലസ് ആയുധം. നിങ്ങൾക്ക് ഓപ്ഷനില് അണുവായുധം എന്നുണ്ടാവും, അണ്വായുധം എന്നുണ്ടാവും. പി എസ് സിയുടെ ഉത്തരം അണു പ്ലസ് ആയുധം. ഇത് നിങ്ങൾ ആഗമസന്ധി പഠിക്കുമ്പോൾ അണുവായുധം എന്ന് എഴുതാൻ തോന്നും. അപ്പൊ ഇവിടെ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട റൂൾ ഇതാണ്, അണു പ്ലസ് ആയുധം. അതാണ് നമ്മുടെ ചോദ്യം, അണു പ്ലസ് ആയുധം. അപ്പൊ അണു പ്ലസ് ആയുധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഉ ആണ്, ഇവിടെ ആ ആണ് അല്ലേ? അപ്പൊ ന് പ്ലസ് ഉ പ്ലസ് ആ, ന് പ്ലസ് ഉ പ്ലസ് ആ എന്ത് വരും? ന് പ്ലസ് ഉ പ്ലസ് ആ എന്ത് വരും? നിങ്ങൾ പറയേ. ന് പ്ലസ് ഉ പ്ലസ് ആ, ന് പ്ലസ് ആ ആയതുകൊണ്ട് വാ അല്ലേ? ന് പ്ലസ് ആ ആയതുകൊണ്ട് വാ. അപ്പൊ ന് പ്ലസ് വാ എന്താ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്? ന് പ്ലസ് വാ ണ്വാ. അപ്പൊ അണു പ്ലസ് ആയുധം അണ്വായുധം, അണു പ്ലസ് ആയുധം അണ്വായുധം എന്നാണ് ഉത്തരം, അണ്വായുധം. ഓക്കെ, അപ്പൊ തനു പ്ലസ് അന്തരം. ഞാൻ പറയുന്നു തനു പ്ലസ് അന്തരം, ഉ പ്ലസ് ആ, വാ. ഓക്കെ, അപ്പോ ന് പ്ലസ് ഉ പ്ലസ് ആയാണ് ഇതിന്റെ വർണ്ണം എടുത്ത് എഴുതുമ്പോ. അപ്പൊ ന് പ്ലസ് ഉ പ്ലസ് ആ എന്ന് പറയുമ്പോ ന് പ്ലസ് വാ. അപ്പൊ എന്ത് വരും? ഒന്നുകൂടെ പറയാം, ന് പ്ലസ് ഉ പ്ലസ് ആയാണ്. ഓക്കെ, അതിനെ ഉ പ്ലസ് ആ വാ വരും. ന് പ്ലസ് വ എന്ന് വരും. അപ്പോ പ് പ്ലസ് വ പ. ഇനി ഇവിടെ ക് പ്ലസ് വ എന്തോരും? കുവ. ത് പ്ലസ് വ ത്വ. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി, ബാക്കി കിട്ടും. മനു പ്ലസ് അന്തരം മന്വന്തരം, തനു പ്ലസ് അന്തരം തന്വന്തരം. ഒന്നുകൂടെ പറയാം, അണു പ്ലസ് അന്തരം അന്വന്തരം എന്ന് വരും അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം, അണു പ്ലസ് ആയുധം അണ്വായുധം, തനു പ്ലസ് അന്തരം തന്വന്തരം,
മനു പ്ലസ് അന്തരം മന്യന്തരം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, അണു പ്ലസ് ആയുധം അന്വായുധം, തനു പ്ലസ് അന്തരം തന്യന്തരം, മനു പ്ലസ് അന്തരം മന്യന്തരം. ഇനി ഇതില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് എഴുതാം? അണുവായുധം എന്ന് എഴുതാം. പക്ഷെ അണുവായുധവും അണ്വായുധവും ഒരുമിച്ച് തന്നാൽ PSL ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, അണ്വായുധം എന്നാണ്. അണ്വായുധം, അണു പ്ലസ് ആയുധം അണ്വായുധം, തനു പ്ലസ് അന്തരം തന്യന്തരം, മനു പ്ലസ് അന്തരം മന്യന്തരം. അടുത്തത് ഈ എന്നതിനോടൊപ്പം നമ്മൾ പറഞ്ഞു ഊ എന്നതിനോടൊപ്പം ഇനി സ്വരം ചേർന്നാൽ യു എന്നതിനോടൊപ്പം ഇനി സ്വരം ചേർന്ന വാ വരും. അങ്ങനെയെങ്കിൽ ഈ എന്നതിനോടൊപ്പം ഇനി സ്വരം ചേർന്ന യായാണ് വരിക. ഈ എന്നതിനോടൊപ്പം ഇനി സ്വരം എന്താണ്? യായാണ് വരിക. നോക്കിക്കേ, അതി പ്ലസ് ആഗ്രഹം, അതി എന്നതിനോടൊപ്പം ഈ അല്ലേ, അതി പ്ലസ് ആഗ്രഹമല്ലേ, ഈ അല്ലേ, ഈ പ്ലസ് ഒരു സ്വരമാണല്ലോ. അപ്പൊ ഈ പ്ലസ് ആ പറഞ്ഞേ യാ. അപ്പൊ ത് പ്ലസ് യാ ത്യാ അല്ലേ, ത്യാ. അതി പ്ലസ് ആഗ്രഹം അത്യാഗ്രഹം തന്നെ പഠിച്ചോളൂ, വേറൊന്നും നോക്കരുത്. ഇനി നിങ്ങൾ റൂൾ പഠിച്ചിരിക്കലും കുഴപ്പമില്ല. നിങ്ങൾ ഇത്ര നോക്കിക്കേ, അതി പ്ലസ് ആഗ്രഹം അത്യാഗ്രഹം, അതി പ്ലസ് അന്തം അത്യന്തം, പ്രതി പ്ലസ് അക്ഷം പ്രത്യക്ഷം, പ്രതി പ്ലസ് ഏകം പ്രത്യേകം, പ്രതി പ്ലസ് അക്ഷമാണ് പ്രത്യക്ഷം, പ്രതി പ്ലസ് ഏകമാണ് പ്രത്യേകം, പ്രതി പ്ലസ് ഉപകാരം പ്രത്യുപകാരം, പ്രതി പ്ലസ് ഔഷധം പ്രത്യൗഷധം, പ്രകൃതി പ്ലസ് അതീതം പ്രകൃത്യതീതം, പ്രകൃതി പ്ലസ് അതീതം പ്രകൃത്യതീതം, ബുദ്ധി പ്ലസ് ഉപദേശം ബുദ്ധിപദേശം, ബുദ്ധി പ്ലസ് ഉപദേശം ബുദ്ധിപദേശം. നിങ്ങൾക്കുള്ള എൻ്റെ ചോദ്യം ഇതാണ്, അഭി പ്ലസ് ഉന്നതി, അഭി പ്ലസ് ഉന്നതി. മനസ്സിലായ? കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്തത് ആ എന്നതിനോടൊപ്പം ഒരു സ്വരത്തോടൊപ്പം, ഇത്രയേ ഉള്ളൂ, ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഒരു സ്വരത്തോടൊപ്പം അതേ സ്വരം, അല്ലെങ്കിൽ ഒരു സ്വരത്തോടൊപ്പം അതേ സ്വരമോ അല്ലെങ്കിൽ അതിന്റെ ദീർഘമോ, ഒരു സ്വരത്തോടൊപ്പം ആ എന്ന സ്വരത്തോടൊപ്പം അതിന്റെ തന്നെ സ്വരം, അല്ലെങ്കിൽ അതേ സ്വരത്തിന്റെ ദീർഘം, ആയുടെ ദീർഘമായല്ലേ. അപ്പോൾ ഒരു സ്വരത്തോടൊപ്പം അതേ സ്വരമോ അതിന്റെ ദീർഘമോ ചേർന്നാൽ കിട്ടുക അതിന്റെ ദീർഘ അക്ഷരം തന്നെയാണ്. ആ എന്നതിനോടൊപ്പം അ ചേർന്നാലും ആ എന്നതിനോടൊപ്പം ആ ചേർന്നാലും, ഇനി ആ എന്നതിനോടൊപ്പം ആ ചേർന്നാലും ആ എന്നതിനോടൊപ്പം ആ ചേർന്നാലും എന്ത് തന്നെയാണ്? അതിന്റെ ദീർഘമാണ്. ഒരു സ്വരത്തോടൊപ്പം അതേ സ്വരമോ, അതായത് ഇത്, അതിന്റെ ദീർഘമോ, അതായത് ഇത് ലഭിച്ചാൽ അതിന്റെ ദീർഘമാണ് ഉത്തരം കിട്ടുക. വേറൊന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം നോക്കി പോയാൽ മതി. ലോക പ്ലസ് അത്ഭുതം അത്ഭുതം അത്ഭുതം, ലോക പ്ലസ് അത്ഭുതം ലോകത്ഭുതം, വിദ്യ പ്ലസ് ആലയം വിദ്യാലയം, പരമ പ്ലസ് അർത്ഥം പരമാർത്ഥം അല്ലേ, വിദ്യ പ്ലസ് അഭ്യാസം വിദ്യാഭ്യാസം, കലാ പ്ലസ് ആലയം കലാലയം. ഇനി ഗരവർണ്ണങ്ങൾക്ക് മൃദു ആദേശം സംഭവിക്കും. ഇത്രയേ ഉള്ളൂ. ഈ ക എന്ന് പറയുന്നത് എന്താണ്? ക എന്ന് പറയുന്നത് ഒരു ഗരവർണ്ണമല്ലേ. അവിടെ മൃദു ആദേശം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ക എന്നത് മാറി ചേർത്തെഴുതുമ്പോൾ അതിന്റെ മൃദുവായ ഗ ആവും. ഇവിടെ ക എന്നത് മാറും. ഓക്കെ, ഗരവർണ്ണം പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഒരു ഗരവർണ്ണമാണ്. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ക എന്നൊരു ഗരവർണ്ണം വന്നാൽ അത് ചേർത്തെഴുതുമ്പോൾ ക മാറി ഗ. ഒന്നുകൂടെ പറയാം, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഗര അക്ഷരം വന്നാൽ ചേർത്തെഴുത്തിൽ ഗരത്തിന്റെ അധികരമായിട്ട്, ഗരത്തിന്റെ മൃദുവായിട്ടായിരിക്കും ആദേശം സംഭവിക്കുക. ഒരാൾ ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ കയറി ഇരിക്കുന്നതാണ് ആദേശം എന്ന് പറഞ്ഞു തന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഗര അക്ഷരം വന്നാൽ ചേർത്തെഴുത്തിൽ അതിന്റെ മൃദുവായിട്ടാണ് അതിന് ആദേശം സംഭവിക്കുക. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഒരു ഗരാക്ഷരം വരികയും ചേർത്തെഴുത്തിൽ അത് ഗ ആയി മാറുകയും ചെയ്യുന്നു. ഇത് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ വാക്ക് പ്ലസ് വാദം, വാഗ്വാദം എന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഋക് പ്ലസ് വേദം ഋഗ്വേദം, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ഗ പ്ലസ് വ ഗ ആവും. അപ്പോൾ ഗ പ്ലസ് വ പ്ലസ് അല്ലെ, ഗ പ്ലസ് വ പ്ലസ് എ എന്താവും? ഗേ എന്നാവില്ലേ. ഇപ്പോൾ ഋക് പ്ലസ് വേദം ഇതെന്താവും? ഗ ആവും. അപ്പോൾ ഋക് പ്ലസ് വേദം ഋഗ്വേദം, ഋക് പ്ലസ് വേദം ഋക് പ്ലസ് വേദം ഋഗ്വേദം, വാക്ക് പ്ലസ് വാദം വാഗ്വാദം. അത് നമ്മൾ നോക്കിക്കേ, വാക്ക് ഇവർ രണ്ടുപേരും കൂടെ ഒരു സദ്യക്ക് പോയി, വാക്കും വാദവും കൂടെ ഒരു സദ്യക്ക് പോയി എന്ന് വയ്ക്കുക. ഇവിടെ വാക്ക് കയറിയിരിക്കുമ്പോഴേക്കും ഇവിടെ ആരെ വന്നു? ഗ കയറിയിരുന്നു. ഓക്കെ, ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ വാക്കും വാദവും കൂടെ ഒരു സദ്യക്ക് പോയി എന്ന് നമ്മൾ പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ ഒരു സദ്യക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർ കൈ എടുക്കാൻ പോയി വരുന്ന സമയത്ത് കയറിയിരിക്കുന്നവിടെ ഗ കയറിയിരുന്നു അല്ലേ. ഇനി ഈ ഗും വേദവും കൂടെ ചേരുമ്പോൾ, അതിൽ ഗും വേയും കൂടെ ചേരുമ്പോൾ ഗ്വേ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ക എന്നതിന് ആദേശം സംഭവിച്ചത് ഗുമായിട്ടല്ലേ, അതിൻ്റെ അപ്പുറത്ത് വേ ഇല്ലേ. ഈ ഗും വേയും കൂടെ ചേർന്ന് എന്താവും? ഗ്വേ എന്നാവില്ലേ. ഗ്വേ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ വാക്ക് പ്ലസ് വേദം വാഗ്വേദം എന്ന് വരും അല്ലെ. വാക്ക് പ്ലസ് വാദം വാഗ്വാദം ആണെങ്കിൽ വാക്ക് പ്ലസ് വേദം വാഗ്വേദം എന്ന് വരും. ഉത്ത് പ്ലസ് ഗാഠനം ത് മാറി. ത് എന്നതിന്റെ നോക്കിക്കേ, ത് എന്നതിന്റെ മൃദു ദ അല്ലേ, ത് എന്നതിന്റെ മൃദു ദ അല്ലേ. അപ്പോൾ ത് പ്ലസ് ത് മാറി എന്തായി? അതിന്റെ മൃദുവായി. പ്ലസ് ചിഹ്നത്തിന് മുകളിൽ ത് മാറി ചേർത്തെഴുത്തല്ലേ. നോക്കിക്കേ, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഇവിടെ ഗരാക്ഷരം അല്ലേ. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഗരാക്ഷരം ഏതാണ്? ഗരാക്ഷരം ത.
അപ്പോൾ പ്ലസ് ചിഹ്നത്തിന് മുമ്പുള്ളത് ഗരം. അതിനാണ് ഞാൻ ഗരം അധികരം മൃദുഘോഷം അനുനാസികം വൃത്തിയായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പ്ലസ് ചിഹ്നത്തിന് മുമ്പ് അതിസ്വരത്തിന് മുമ്പ് എന്ത് വന്നു? ത് എന്ന ഗരാക്ഷരം വന്നു. അത് കഴിഞ്ഞ് അത് ചേർത്തെഴുതുമ്പോൾ പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വന്ന ത് എന്താവും? അതിൻ്റെ മൃദുവായിട്ട് മാറണം. ത് എന്നത് ഗരാക്ഷരം, ചേർത്തെഴുത്തിൽ അതിൻ്റെ മൃദു വരുമ്പോൾ ദ് എന്ന് ആദേശം ചെയ്യപ്പെടും. വേണ്ടേ? അതുകൊണ്ടാണ് ഒത്ത് പ്ലസ് ഘടനം ഉദ്ഘാടനം, അത്ത് പ്ലസ് അത്ഭുതം അത്ഭുതം, സത്ത് പ്ലസ് ആചാരം സദ്വാചാരം, ഷഡ് പ്ലസ്. അപ്പോൾ ഡ് എന്നത് ഗരാക്ഷരമാണ്, അതിൻ്റെ അധികാരം അതിൻ്റെ മൃദു എന്താണ്? ഡ് എന്നത് ഗരാക്ഷരം, അതിൻ്റെ മൃദു ഡ ഡ. അപ്പോൾ ഷഡ് എന്നത് എന്തായി? ഷഡ് എന്നത് ഡ് എന്നത് ഇവിടെ പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വന്നത് ചേർത്തെഴുതുമ്പോൾ ഡ് എന്നത് പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വന്നപ്പോൾ അത് ചേർത്തെഴുതുമ്പോൾ എന്താവും? ഈ ഡ മാറി അതിൻ്റെ മൃദുവായി ഢ ആവും. ഇപ്പോൾ ഷട്ട് പ്ലസ് പദം ഷഡ്പദം. ദ്വിക് പ്ലസ് വിജയം ദിഗ്വിജയം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജഗത് പ്ലസ് ഈശ്വരൻ ജഗതീശ്വരൻ അല്ലേ? ഇപ്പോൾ സത്ത് പ്ലസ് വികാരം. വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റാണ് സത്ത് പ്ലസ് വികാരം. ഒന്ന് പറഞ്ഞേ. സത്ത് പ്ലസ് വികാരം ആണല്ലോ. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ത് ആണല്ലോ. അപ്പൊ ചേർത്തെഴുതുമ്പോൾ അതിന്റെ മൃദു അല്ലേ വരിക? അപ്പൊ പ്ലസ് ചിഹ്നത്തിന് മുമ്പുള്ള ത് എന്നത് ചേർത്തെഴുതുമ്പോൾ അതിന്റെ മൃദുവായ ത് ആയി മാറിയില്ലേ? അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? സത്ത് പ്ലസ് വികാരം എന്ന് പറയുന്നത് നോക്കിക്കേ, സത്ത് പ്ലസ് വികാരം എന്നായി മാറും. ഇങ്ങനെയായിട്ട് മാറും. ഒന്നുകൂടെ പറയാം. ഇവിടെ സത്ത്, ഇവിടെ വികാരം. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് നമ്മൾ മനസ്സിലായി എന്താണ്? ഗരമാണ്. സത്ത് പ്ലസ് വികാരം, പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഗരാക്ഷരം, അത് ആദേശം ചെയ്യപ്പെടുന്നതിന് മൃദുവുമായിട്ടാണ്. അപ്പോൾ ദ് പ്ലസ് വി ധ്യു എന്നാവും അല്ലേ? അപ്പോൾ സത്ത് പ്ലസ് വികാരം സദ്വികാരം എന്ന് എഴുതാം. ഒന്നുകൂടെ, സത്ത് പ്ലസ് വികാരം എന്നത് ആദേശം ചെയ്യപ്പെടുമ്പോൾ സത് വികാരം എന്നാവും. ദ് വി ചേർത്തെഴുതുമ്പോൾ സദ്വികാരം എന്നാവും. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വാക്ക് പ്ലസ് അർത്ഥം പറഞ്ഞേ. ഇങ്ങനെയല്ലേ? വാക്ക് പ്ലസ് അർത്ഥം. മനസ്സിലായോ? ഈ ക്ക് എന്താവും? ഗ ആവും. അപ്പോൾ വാക്ക് പ്ലസ് അർത്ഥം എന്താവും? വാക്ക് പ്ലസ് അർത്ഥം പറഞ്ഞേ. വാഗർത്ഥം. വാക്ക് പ്ലസ് അർത്ഥം എന്താവും? വാഗർത്ഥം എന്നാവും. ഒന്നുകൂടെ, വാക്ക് പ്ലസ് അർത്ഥം എന്താവും? വാഗർത്ഥം. വാക്ക് പ്ലസ് അർത്ഥം വാഗർത്ഥം എന്നാവും. വാക്ക് പ്ലസ് അർത്ഥം. ഈ ക്ക് മാറും, ഗ ആവും. വാഗർത്ഥം. ഓക്കെ, അടുത്തത് അനുനാസികങ്ങളോട് ചേർന്ന് അത് ഇത്രയേ ഉള്ളൂ. ക്ക് പ്ലസ് മ ങ എന്ന് പഠിക്കുക. ക്ക് പ്ലസ് ങ, ക്ക് പ്ലസ് മ ങ. തൊക്ക് പ്ലസ് മാംസം തൊങ്ങ് മാംസം. വാക്ക് പ്ലസ് മയം വാങ്മയം. ഈ ക്ക് പ്ലസ് മ എന്നത് ങ ആവും എന്ന് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ക്ക് പ്ലസ് മ ചേർത്തെഴുത്തിൽ ങ് ആവും. ക്ക് മാറും, ങ് ആവും. ഒന്നുകൂടെ പറയാം. ക്ക് പ്ലസ്, നമ്മൾ ക്ക് എന്നത് ഗരല്ലേ, അതിൻ്റെ ഒപ്പം ഈ മാ ചേരുന്നു എന്ന് വയ്ക്കുക. അപ്പൊ ക്ക് പ്ലസ് മാ മാറി എന്താവും? അത് ഗ പ്ലസ് മാ എന്നാവും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്ക് പ്ലസ് മായാണ്. പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഗര അക്ഷരമാണ് എന്നുണ്ടെങ്കിൽ അത് ചേർത്തെഴുത്തിൽ ഗ മാ എന്നാവും. നേരത്തെ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്? മാ എന്ന് വന്നതുകൊണ്ട് നമുക്കത് എന്താക്കണം? അതിൻ്റെ അനുനാസിക അക്ഷരം കൊടുക്കണം. കായുടെ അനുനാസികമാണ് ഇങ്ങനെ കൊടുക്കണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്ക് പ്ലസ് മാ എന്നത് ചേർത്തെഴുതുമ്പോൾ ങ് മാ എന്നാവും. ക്ക് ആദേശം ചെയ്യപ്പെടുന്നത് ങ് കൊണ്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ വാക്ക് പ്ലസ് മയം പറഞ്ഞേ. വാക്ക് പ്ലസ് മയം വാഗ്മയം. ഓക്കെ, വാക്ക് പ്ലസ് മയം. ഇവിടെ ക്ക് എന്നത് മാറും, ങ് ആവും. വാക്ക് പ്ലസ് മയം ക്ക് എന്നത് മാറും, വാങ്മയം എന്നാവും. മനസ്സിലായോ? ക്ക് മാറി ങാവും. കായുടെ അനുനാസികമാണത്. കായുടെ അനുനാസികമാണത് എന്നോട് ഓർക്കണം. അത് ങ് മ എന്നാവും. അപ്പം അത് വാങ്മയം എന്നാവും. തൊക്ക് പ്ലസ് മാംസം തൊങ്ങ് മാംസം എന്നാവും. അടുത്തത് ആപത്ത് പ്ലസ് മിത്രം. ത് മാറും. അവിടെ എന്ത് വരും? ആപത്ത് എന്നുള്ളത് അതിൻ്റെ അനുനാസികമായ ന് വരും. താത്ത നിന്നതിൻ്റെ അവസാനം ന് അല്ലേ? അപ്പം ആപത്ത് പ്ലസ് മിത്രം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അതിചിഹ്നത്തിന് മുമ്പ് ത് വന്നു. അതിചിഹ്നത്തിന് മുമ്പ് ത് വന്നു എങ്കിൽ അതിന് ആദേശം ചെയ്യപ്പെടുക അതിൻ്റെ അനുനാസികവുമായിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള ഗര അക്ഷരങ്ങൾക്കൊപ്പം മ എന്നാണ് വരുന്നതെങ്കിൽ അത് എന്താവും? ത എന്നതിൻ്റെ അനുനാസികം ന് ആണ്, നുമ എന്നാവും. ഇനി അത് ക് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അനുനാസികം കാക്കങ്ങയുടെ അവസാനത്തുള്ള ആള് അത് ങ് ആവും. ഇനി പറഞ്ഞേ പ് ആണ്, പാഫ ബൊമ്പമ്മയല്ലേ, അതിൻ്റെ അവസാനം വരുന്നതായിരിക്കും മായിരിക്കും. മായിരിക്കും. ഓക്കെ, ഇപ്പോൾ കച്ചടത്തപ്പയിലാണെങ്കിൽ അതിൻ്റെ അവസാനം എന്ത് വരും? ച ആണെങ്കിൽ ഇവിടെ എന്ത് വരും? വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ക് മാറും ങ് ആവും, ത് മാറും ന് ആവും. ഓക്കെ, ഡ് മാറും അതിൻ്റെ ന് ആവും. ഇത് എന്തിൻ്റെ കേസിൽ? ഗരം പ്ലസ് മ. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പഠിച്ച് വേറെ എന്ത് വന്നാലും അവിടെ എന്ത് വരും? അതിൻ്റെ മൃദു വരും. പക്ഷെ ഇവിടെ മൃദു അല്ല വരുന്നത്, ഇവിടെ അതിൻ്റെ അനുനാസികമാണ്. എങ്ങനെയാണെങ്കിൽ ക് പ്ലസ് മായാണെങ്കിൽ, അല്ലെങ്കിൽ ത് പ്ലസ് മാ ആണെങ്കിൽ, അല്ലെങ്കിൽ പ് പ്ലസ് മാ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ച് പ്ലസ് മാ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ പാഫ ബംബമ്മ അല്ലേ, കച്ച ടത്തപ്പ ടാഠ ടാ പ്ലസ് മാ ആണെങ്കിൽ എന്ത് വരും? ടാട്ടണ്ണൻ്റെ അവസാനമുള്ള നാ വരും. മാറിപ്പോകരുത്. ഇവിടെ ഫ്രണ്ടിൽ ഗരം വന്നു, അത് കഴിഞ്ഞ് വേറെ ഏത് അക്ഷരം വന്നാലും അതിന് ആദേശം സംഭവിക്കുക അതിൻ്റെ മൃദുവുമായിട്ടായിരിക്കും. അതായത് പ്ലസ് ചിഹ്നത്തിന് മുമ്പിലുള്ളതിൻ്റെ മൃദുവുമായിട്ടായിരിക്കും ആദേശം സംഭവിക്കുക. പ്ലസ് ചിഹ്നത്തിന് മുൻപിലുള്ളതിൻ്റെ മൃദുവുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആദേശം സംഭവിക്കുക. ഇവിടെ ത് എന്നതിൻ്റെ മൃദു ദ് ആയിരുന്നു, അതുകൊണ്ട് അതിന് ആദേശം സംഭവിച്ചു. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഒരു ഗരത്തോടൊപ്പം മാ ആണ് വരുന്നതെങ്കിൽ ഈ ക് എന്നതിനെ അനുനാസികമായിട്ടാണ്. അവിടെ ക് പ്ലസ് ത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൃദുവായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ ക് പ്ലസ് മാ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കായുടെ അനുനാസികമാവായിട്ടാണ്. അപ്പോൾ അതോർത്താൽ മതി. തൊക്ക് പ്ലസ് മാംസം, തൊങ്ങ് മാംസം. വാക്ക് പ്ലസ് മയം, വാങ്മയം. ആപത്ത് പ്ലസ് മിത്രം, ആപത് മിത്രം. ഷട്ട് പ്ലസ് മുഖൻ, ഷഡ്മുഖൻ. അപ്പോൾ ത് എന്നാണ് വന്നത്, പ്ലസ് മാ വന്നു. അത് എഴുതുമ്പോൾ ത് എന്നതിന് അനുനാസികം നായാണ്. അതിൻ്റെ അറ്റത്തുള്ളതാരാണെന്ന് ഓർത്താൽ മതി. ന് പ്ലസ് മാ. ചിത് പ്ലസ് മയം, ചിത്മയം. ചിത് പ്ലസ് മയം, ചിന്മയം. ഒന്നുകൂടെ പറയാം. തൊക്ക് പ്ലസ് മാംസം, തൊക്ക് മാംസം. വാക്ക് പ്ലസ് മയം, വാഗ്മയം. ആപത്ത് പ്ലസ് മിത്രം, ആപത് മിത്രം. ഷട്ട് പ്ലസ് മുഖൻ, ഷഡ്മുഖൻ. ചിത്ത് പ്ലസ് മയം, ചിന്മയം. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ബാക്കി ക്ലാസ്സുകൾ കാണണം. ഓക്കെ, ഇതിന് മൂന്നാമതൊരു ഭാഗം കൂടെ വരുന്നുണ്ട്. നമ്മൾ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ളതിൽ ഒറ്റപ്പദം, പര്യായം, പദശുദ്ധി നിർബന്ധമായിട്ടുണ്ടാവും. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ വാക്യശുദ്ധിയും ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും ചേർത്ത് അടുത്തതിൽ ഇതൊരു PCC അല്ലേ, എല്ലാ ഒറ്റപ്പദവും വിപരീതവും അതുപോലെ തന്നെ ശൈലി എന്നുള്ള ചോദ്യങ്ങളും എതിർലിംഗവും ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കാണണം. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ക്ലാസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.